recorded at 1, 2, 3. Welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ലാംഗ്വേജസ് യു ഷുഡ് സ്റ്റഡി ഇൻ 2021. സോ അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ ദ ബെൽ ഐക്കൺ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്പർ 5, PHP. വെബ് ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഒരു മികച്ച സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് PHP. ഈ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റ് സൈഡും ഉണ്ട് സെർവർ സൈഡും ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചെയ്ത് കൊടുക്കുക, പേരടിച്ചു കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, അങ്ങനെ കൊടുത്താൽ അവിടെ സ്വീകരിക്കേണ്ടത്, അതാണ് സെർവർ സൈഡ്. ഈ PHPയുടെ ഫുൾ നെയിം എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നതാണ്. ഇതും ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ വളരെ വേഗം പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് PHP. ആസ് എ PHP ഡെവലപ്പർ നിങ്ങൾ അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്കോപ്പുള്ള ലാംഗ്വേജ് ആണ് PHP. നമ്പർ 4, കോട്ട്ലിൻ. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേൾക്കാൻ ഇടയില്ലാത്ത ഒരു ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ. വെബ് ഡെവലപ്പിങ്ങിനും മൊബൈൽ ആപ്പ് ഡെവലപ്പിങ്ങിനും ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ. ലെറ്റ്സ് ഡിസ്കസ് സം ഫീച്ചേഴ്സ്. ലെസ്സർ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ്. ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്. സപ്പോർട്ട്സ് ഫുൾ ജാവ ഇന്റർഓപ്പറബിലിറ്റി. കൂടാതെ ലേസി ലോഡിംഗ് ഫീച്ചർ. ഈ ലേസി ലോഡിംഗ് ഫീച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഞാനൊരു ഷോപ്പിംഗ് ആപ്പ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതിൽ പൈസ അടയ്ക്കാനുള്ളത് ആദ്യം തന്നെ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നായി ലോഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലേസി ലോഡിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ആസ് ആൻഡ് കോട്ട്ലിൻ ഡെവലപ്പർ 5 lakh per annum നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്പർ 3, ദ മോസ്റ്റ് പ്രോമിസിംഗ് ലാംഗ്വേജ് ഗോ. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു അടിപൊളി ലാംഗ്വേജ് ആണ് ഗോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 21st സെഞ്ച്വറിയിലെ C ലാംഗ്വേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ജാവയായിട്ടും C++ ആയിട്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ഇതിൻ്റെ സിൻടാക്സ്. ആസ് എ ഗോ ഡെവലപ്പർ ആനുവലി ഒരു 10 lakh സാലറി വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എന്തുകൊണ്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ലാംഗ്വേജ് തന്നെയാണ് ഗോ. നമ്പർ 2, ജാവ. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായം വേണം, അല്ലേ? ജാവ ഒരു ഓപ്പൺ സോഴ്സ്ഡ് ലാംഗ്വേജ് ആണ്. ലെറ്റ്സ് ഡിസ്കസ് സം ഫീച്ചേഴ്സ്. സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ്. ശക്തമായിട്ട് കുറേ മെമ്മറി സൂക്ഷിക്കാനുള്ള കഴിവ് ജാവയ്ക്കുണ്ട്. ഹൈ ഫങ്ഷണാലിറ്റി. കുറേ കഴിവുണ്ട്. ഇപ്പോൾ മനുഷ്യർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിവുള്ള പോലെ കുറേ കഴിവ് ജാവയ്ക്കും ഉണ്ട്. ടോപ്പ് നോച്ച് സെക്യൂരിറ്റി. ഇപ്പം നമ്മൾ വെബ് ഡെവലപ്പിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജാവ HTML ആയിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റി കൂടുന്നതാണ്. അപ്പം അങ്ങനെ ഇത് നല്ല ഗുണമുണ്ട്. പിന്നെ ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി. അതും കൂടാതെ ക്രോസ് പ്ലാറ്റ്ഫോം. ഈ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ പല പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ്രോയിഡിൽ പറ്റും, iOSൽ പറ്റും, ക്രോമിൽ പറ്റും. അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇതിന് ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ഫ്രെയിം വർക്കുകൾ കുറേ അവൈലബിൾ ആണ്. എണ്ണാൻ പറ്റാത്തത്ര ഫ്രെയിം വർക്ക്സ് ഇതിലുണ്ട്. പിന്നെ ഏതാണ്ട് 1.6 മില്യൺ ബാക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആസ് എ ജാവ ഡെവലപ്പർ നിങ്ങൾക്ക് 1 lakh സാലറി Capital One, HCL ആൻഡ് ബാർക്ലേസ് പോലെയുള്ള കമ്പനികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ലാസ്റ്റ്, നമ്പർ 1, പൈതൺ. നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ. അതുകൂടാതെ ഒരു പ്രാവശ്യമെങ്കിലും അത് പഠിക്കാൻ നോക്കിയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് സിമ്പിളാണ് പൈതൺ. സിമ്പിളാണെന്ന് കരുതി വില കുറച്ച് കാണരുത് കേട്ടോ. പൈതണിന് ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും നാസയും യൂട്യൂബും ആമസോണും ഫേസ്ബുക്കും നെറ്റ്ഫ്ലിക്സും തുടങ്ങിയതിൽ പൈതണാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ജാവയേക്കാൾ കൂടുതൽ ആളുകൾ പൈതൺ ഉപയോഗിക്കുന്നു. ആസ് ആൻഡ് പൈതൺ ഡെവലപ്പർ 5 lakh per annum നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലാംഗ്വേജ് ആണ് പൈതൺ. സോ 2021 നിങ്ങൾ പൈതണിനെ മറക്കണ്ട. ഇപ്പോൾ പറഞ്ഞ ലാംഗ്വേജുകളൊക്കെ അബ്രോഡ് പോകുകയാണെങ്കിൽ നല്ല സാലറി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യത്തെ സാലറിയാണ്. പുറത്ത് പോകുകയാണെങ്കിൽ നല്ല സാലറി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.